വെൽക്കം ടു സ്റ്റോറി മങ്ക്. കേരളത്തിൽ പുതിയ സർക്കാർ അധികാരമേറ്റിരിക്കുന്നു, പുതിയ തീരുമാനങ്ങളെടുക്കുന്നു, അവർ ഒരു ടീമായി മുന്നോട്ട് പോകും എന്ന് പറയുന്നു. ആ സമയത്ത് ഇപ്പുറത്ത് പരാജയം ഏറ്റുവാങ്ങിയവരുടെ പരിശോധന ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, പ്രത്യേകിച്ചും CPM-ൻ്റെ ഭാഗത്തു നിന്ന്. CPM-ൻ്റെ പല ജില്ലാ കമ്മിറ്റികളിലും വലിയ വിമർശനം ഉയർന്നു വരുന്നു. ഏറ്റവും വലിയ വിമർശനം മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനെതിരെയാണ്, സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന MV ഗോവിന്ദൻ മാഷ്ക്കെതിരെയാണ്. ഈ രണ്ട് നേതാക്കളുടെ പ്രവർത്തന രീതിയാണ് വലിയ പരാജയത്തിന് കാരണമായത് എന്ന വിമർശനം വലിയ തോതിൽ ഉയരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ പരാജയം എന്നുള്ളത് രണ്ട് വ്യക്തികളിൽ മാത്രം ഒതുങ്ങുന്നതാണോ, അതോ ആ വ്യക്തികളെ തിരുത്തുന്നതിൽ പാർട്ടി ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉയരുന്നുമുണ്ട്. ഇതേക്കുറിച്ചാണ് സ്റ്റോറി മങ്ക് ഇന്ന് സംസാരിക്കുന്നത്. പക്ഷേ എന്താ തോന്നുന്നത്, ഈ രണ്ട് വ്യക്തികളിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളൊരു വിമർശനം, അല്ലെങ്കിൽ ഇവർ മാത്രമാണ് പരാജയത്തിന് കാരണം എന്ന് പറയുന്നത് എത്രത്തോളം സാധൂകരിക്കാവുന്നതാണ്? ഒന്ന്, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അതിൻ്റെ പരാജയത്തിൻ്റെ ഒരു കൂട്ടുത്തരവാദിത്വം എന്നത് അവർ ഏറ്റെടുക്കാതിരിക്കുന്നില്ല. പരസ്യമായി പറയുന്ന എല്ലാവരും അത് പിണറായി വിജയൻ്റെ മാത്രമോ അതല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദൻ്റേത് മാത്രമോ ആണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ശരിയല്ല. ആ തരത്തിൽ അതിനെ വിലയിരുത്തുന്നത് ശരിയല്ല എന്നാണ് പരസ്യമായി പറയുന്ന എല്ലാവരും പറയുന്നത്. ഒരു പക്ഷേ പാർട്ടിക്കകത്തുള്ള വിമർശനങ്ങളിലും നമ്മൾ പുറത്തേക്ക് കാണുന്ന വാർത്തയിലെ ഉള്ളടക്കം മാത്രമായിരിക്കും ഈ വ്യക്തി കേന്ദ്രീകൃതമായി വരുന്നത്. ജില്ലാ തലത്തിലൊക്കെയുള്ള വിമർശനങ്ങളിൽ ഈ ആത്മപരിശോധനയിൽ നടക്കുന്നത് യഥാർത്ഥത്തിൽ കുറേ കൂടി സമഗ്രമായ പരിശോധനയാണ് നടക്കുന്നത് എന്നാണ്, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും നടക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് പകരം വാർത്തയുടെ ഒരു തലക്കെട്ട് എന്ന അർത്ഥത്തിൽ പിണറായിക്കെതിരെ അല്ലെങ്കിൽ MV ഗോവിന്ദനെതിരെയുള്ള വിമർശനം എന്ന മട്ടിൽ അത് വരുന്നതായിരിക്കണം. പക്ഷേ ഇങ്ങനെ പറയുന്നതിനിടയിലും യഥാർത്ഥത്തിൽ ഈ രണ്ട് വ്യക്തികൾ, ഞാനതിൽ കുറേ കൂടി മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനിലേക്കാണ് ഈ പരാജയത്തിൻ്റെ ഒരു ഏറെക്കുറെ അതിൻ്റെ ഒരു പ്രധാന ഭാഗം, ആ പരാജയം അദ്ദേഹം തന്നെ ഏറ്റെടുക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പിണറായി വിജയൻ മറ്റൊരാളെയും പ്രവർത്തിക്കാൻ അനുവദിച്ചിരുന്നില്ല. പിണറായി വിജയൻ മറ്റൊരാൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നില്ല. പിണറായി വിജയൻ അപ്പുറത്തേക്ക് മറ്റൊരു നേതാവുണ്ട് എന്ന പ്രതീതി പോലും സൃഷ്ടിക്കാൻ അദ്ദേഹം അനുവദിച്ചിരുന്നില്ല. അത് ഇന്ന് തുടങ്ങിയതോ ഇക്കഴിഞ്ഞ വർഷം തുടങ്ങിയതോ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമുള്ളതോ അല്ല. അദ്ദേഹം പാർട്ടിയുടെ ചുമതലയിൽ ആയതിനു ശേഷം ഇങ്ങോട്ടുള്ള ഒരു പൊതുവായ രീതി എടുത്താൽ പിണറായി വിജയൻ്റെ സ്വേച്ഛാപരമായ പ്രകൃതം യഥാർത്ഥത്തിൽ ആ പാർട്ടിയെ കൊണ്ടെത്തിച്ച പ്രതിസന്ധിയാണിത്. ഇതൊരു 5 വർഷം കൊണ്ട് രൂപപ്പെട്ടതല്ല. യഥാർത്ഥത്തിൽ ആ പാർട്ടിയെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആളുകൾ പല ഘട്ടങ്ങളിലായി ആ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട്, സൗഹൃദത്തിലും ഉള്ളവരോടും അല്ലാത്തവരോടുമൊക്കെയായി പല ഘട്ടങ്ങളിൽ പലരായി പറഞ്ഞിട്ടുള്ളതാണ്, പരസ്യമായും അല്ലാതെയും പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്കൊരു കാലത്ത് പിണറായി വിജയനെ തിരുത്തേണ്ടി വരും, നിങ്ങൾക്ക് ഒരു കാലത്ത് അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടി വരും, അദ്ദേഹത്തെ വിമർശിക്കേണ്ടി വരും. ഇപ്പോൾ അന്ന് തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്ത വിധത്തിലുള്ള ഒരു പ്രൊമിനൻസ് അദ്ദേഹത്തിന് ആ പാർട്ടി അനുവദിച്ചു കൊടുക്കുമ്പോൾ ആളുകൾ പറഞ്ഞിട്ടുള്ളതാണിത്. ഇതല്ല ഒരു രീതി, ജനാധിപത്യത്തിലെ രീതി ഇതല്ല, ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ CEO അല്ല, ഒരു ജനാധിപത്യ പാർട്ടിയുടെ ലീഡർഷിപ്പിൻ്റെ സ്വഭാവം അതല്ല എന്നുള്ളതൊക്കെ ഈ പാർട്ടിയോട് നേരത്തെ ആ പാർട്ടിയുടെ അനുഭാവമുള്ള ആളുകളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഒരു സ്ട്രക്ചറലായ ജഡത്വം എന്നത് ആ പാർട്ടിയെ കുറച്ച് കാലമായി ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാന ഉത്തരവാദി പിണറായി വിജയൻ എന്ന വ്യക്തിയാണ്, ഈവൻ ഗോവിന്ദൻ മാസ്റ്റർ പോലും അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റൈറ്റ്. അത് പറയുമ്പോഴേ ഇപ്പം ആ വ്യക്തിയുടെ ഒരു സ്വഭാവ രീതി, അദ്ദേഹം CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റത് മുതൽ ഇങ്ങോട്ട് ഒരു പാർട്ടിയുടെ ചുമതല, അത് കഴിഞ്ഞും മന്ത്രിസഭയുടെയും പാർട്ടിയുടെയും ചുമതല, ഇത് രണ്ടും ഒരേപോലെ കൈകാര്യം ചെയ്തു പോകുന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ അയാളിലുണ്ടാകുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിലുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ ഇത് ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം പാർട്ടിയുടെ താഴെ തലം മുതൽ മുകൾ തലം വരെ ആർക്കും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന വലിയ പരാജയം അവിടെ ഉണ്ടല്ലോ. ആ പരാജയമാണല്ലോ യഥാർത്ഥത്തിൽ വിശകലനം ചെയ്യപ്പെടുന്നത്. അല്ലാതെ ഒരു വ്യക്തിയുടെ മാത്രം ഉത്തരവാദിത്തമാണ് ഇത് എന്ന് പറയുന്നതിൽ എത്രത്തോളം അടിസ്ഥാനമുണ്ട്? ആ വ്യക്തിയെ അത്രയും വളരാൻ വിട്ടത്, ആ വ്യക്തിയെ അത്രയും ചോദ്യം ചെയ്യാത്ത അധികാര കേന്ദ്രത്തിൽ അത്രയും തുടരാൻ വിട്ടത് ആ പാർട്ടിയുടെ കളക്റ്റീവായ ഉത്തരവാദിത്തമാണോ എന്ന് ചോദിച്ചാലാണ്. അതിലൊരു സംശയവുമില്ല.
പക്ഷേ നമുക്ക് 30 വർഷത്തെ ചരിത്രം അറിയാമല്ലോ. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായി അദ്ദേഹം വരുന്നത് മുതൽ, അതിനുശേഷം പുതിയ സർക്കാർ ഉണ്ടാകുന്ന കാലത്ത്, അതിനുശേഷം അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയാവുന്ന കാലത്ത് എല്ലാം അദ്ദേഹം എങ്ങനെയാണ് പെരുമാറിയത് എന്ന് നമുക്കറിയാം. വ്യക്തിപരമായി എനിക്കും രാജീവിനും അറിയാവുന്ന സംഭവങ്ങളുണ്ടല്ലോ. നമ്മൾ കൈരളി TV-യിൽ വർക്ക് ചെയ്തിട്ടുള്ള കാലത്ത് അദ്ദേഹത്തിൻ്റെ 2-3 മീറ്റിങ്ങുകളിൽ ഞാൻ വ്യക്തിപരമായി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ അദ്ദേഹം എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത് എന്ന്. ഒരു എതിർ ശബ്ദം ആരെങ്കിലും ഒരാൾ അതിൻ്റെ ഒരു ശബ്ദം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴേക്ക് അദ്ദേഹം അതിനെ അടിച്ചമർത്തും, ഇല്ലേ? പല ഘട്ടങ്ങളിലായിട്ട് അടിച്ചമർത്തും. ഞാൻ പിണറായി വിജയൻ്റെ ഒരു മന്ത്രിസഭാ ഉപസമിതിയെ ഒളിച്ചിരുന്ന് കേട്ടിട്ടുണ്ട്. ഒളിച്ചിരുന്ന് എന്ന് പറഞ്ഞുകൂടാ. കോവിഡ് കാലഘട്ടത്തിൽ സെക്രട്ടേറിയറ്റിനകത്ത് ഒരു 2-3 മണിക്കൂർ ഒരു വ്യക്തിഗതമായ ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടി വന്നപ്പോൾ ഒരു മന്ത്രിസഭാ ഉപസമിതി നടക്കുന്നു. റോഷി അഗസ്റ്റിൻ്റെ ചേംബറിലെ ഒരു സ്പീക്കറിലൂടെ ഈ മന്ത്രിസഭാ ഉപസമിതിയുടെ പ്രൊസീഡിങ്സ് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് ഓൺലൈനായിട്ടാണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 10-ലധികം മന്ത്രിമാർ, 12 മന്ത്രിമാരുണ്ട്, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുമുണ്ട്. ഇദ്ദേഹം ഏതാണ്ട് 40 മിനിറ്റ് നീണ്ട ഒരു യോഗത്തിൽ ഇദ്ദേഹം 30 മിനിറ്റ് സംസാരിക്കുന്നു. അതിനുശേഷം അന്ന് ഗോവിന്ദമാഷ് മന്ത്രിയാണ്. ഗോവിന്ദമാഷ് എന്തോ ഒരു കുഞ്ഞു കാര്യം പറയാൻ ശ്രമിക്കുന്നു. ഇദ്ദേഹം ഒരു സെൻറ്റൻസിൻ്റെ പകുതിക്ക് വെച്ച് അതിനെ മുറിച്ച് കളയുന്നു. അതിനുശേഷം രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ട്, എൻ്റെ ഓർമ്മയിൽ എന്തോ കളിമൺ വ്യവസായവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് രാധാകൃഷ്ണൻ ഉന്നയിക്കാൻ ശ്രമിച്ചത്. അവിടെ വെച്ച് അത് മുറിച്ച് കളയുന്നു. അതിനുശേഷം CS പറയും എന്ന് പറയുന്നു. ചീഫ് സെക്രട്ടറി എന്തോ കാര്യങ്ങൾ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യം ബ്രീഫ് ചെയ്യുന്നു. അതോടുകൂടി ആ മീറ്റിംഗ് അവസാനിക്കുന്നു. ആളുകൾക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അത് ആ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണോ എന്ന് ചോദിച്ചാൽ CPIM പോലുള്ളൊരു പാർട്ടിയിൽ ഈ മാതിരി ഒരു സ്വേച്ഛാധികാരിയായ ഒരു നേതാവിനെ ഇത്രയും വളരാൻ വിടരുതായിരുന്നു. അതിൻ്റെ പരാജയമാണ് ഈ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ബഷീർ സംസാരിച്ചത് മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനെക്കുറിച്ചാണ്. ഇതേ അനുഭവം അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ അംഗമായിരുന്ന CPM-ൻ്റെ മുതിർന്ന നേതാവായിരുന്ന ഒരാൾ എന്നോട് പങ്കുവച്ചത് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ വിചാരിക്കുന്നത് 2009 ലോക്സഭാ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പ്രഖ്യാപിക്കുന്ന CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. അതേക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ആ ലിസ്റ്റിൽ ആ യോഗത്തിൽ അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വരുന്നു. അദ്ദേഹം കാസർഗോഡ് മുതൽ CPM മത്സരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ ഒരു ലിസ്റ്റ് വായിക്കുന്നു. ആ ലിസ്റ്റ് പ്രത്യേകിച്ച് എതിർപ്പൊന്നുമില്ലാതെ അപ്പം തന്നെ അംഗീകരിക്കുന്നു. ഇതേ ലിസ്റ്റ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്നു. സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടറി ആ ലിസ്റ്റ് വായിക്കുന്നു, അത് അംഗീകരിക്കപ്പെടുന്നു. ഇങ്ങനെ വളരെ ഏകപക്ഷീയവും ഏകാധിപത്യപരവും എന്ന് നമുക്ക് പറയാവുന്ന വിധത്തിലാണ് അദ്ദേഹം ഒരുപക്ഷേ പ്രവർത്തിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായും ആ കമ്മിറ്റിയിലിരിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണല്ലോ. ഇപ്പോൾ സെക്രട്ടേറിയറ്റിലാണെങ്കിലും സംസ്ഥാന കമ്മിറ്റിയിലാണെങ്കിലും സെക്രട്ടേറിയറ്റിൽ ഒരു 10-20 പേരുണ്ടാവും. സംസ്ഥാന കമ്മിറ്റിയിൽ ഏതാണ്ട് 70 മുതൽ 80 വരെ ആളുകളുണ്ട്. ഇവരാരും ഇത് ചോദ്യം ചെയ്യാൻ തയ്യാറാവുന്നില്ല. അദ്ദേഹം പറയുന്നത് എന്താണോ അത് അംഗീകരിക്കുന്നു എന്നുള്ള മട്ടിലേക്ക് ആ സംവിധാനം വഴങ്ങിക്കൊടുത്തതിൻ്റെ ഒരു പ്രശ്നം കൂടിയാണല്ലോ അത് CPIM എന്ന പാർട്ടിയുടെ ഘടനാപരമായ ഒരു പ്രശ്നമാണ്. പാർട്ടി സെക്രട്ടറി എന്നത് പൊതുവെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ പാർട്ടി സെക്രട്ടറിക്ക് ഒരു അമിതാധികാരമുണ്ട്. അതല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയുടെ കയ്യിലൂടെയാണ് അത് നടക്കുക. CPIM-ൽ അത് നമ്മൾ വിചാരിക്കുന്നത് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കുള്ള വേദികൾ എന്ന മട്ടിലാണ് പാർട്ടി കമ്മിറ്റികൾ ഉണ്ടാകുന്നത് എന്നാണ്. അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളതും മുൻകാലങ്ങളിൽ. പക്ഷേ ഒരു അമിതാധികാരം ഒരാളിലേക്ക് കടന്നു വരുന്നതോടുകൂടി ഒരു നിശബ്ദത എന്നത് എല്ലാ കാലത്തും CPIM-നെ ബാധിക്കാറുണ്ട്. അമിതാധികാരം വരുമ്പോൾ അതിനെ അവിടെ വെച്ച് ക്വസ്റ്റ്യൻ ചെയ്യുക എന്ന രീതി ഒരുപക്ഷെ കോൺഗ്രസ്സിനകത്തോ മറ്റു പാർട്ടികളിലോ ഉള്ളതുപോലെ CPIM-നകത്ത് ഉണ്ടാകാറില്ല. അത് ആ പാർട്ടിയുടെ ഏതോ ഘടനാപരമായ ഒരു DNA-യുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിണറായി വിജയൻ്റെ കാര്യത്തിൽ അത് അതിനും അപ്പുറത്താണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വ്യക്തി നേതൃത്വത്തിലേക്ക് വന്നപ്പോൾ അവരനുഭവിച്ച, ആ പാർട്ടി അതിൻ്റെ ഒരു രാഷ്ട്രീയ പരിണിതിയാണ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നത് എന്നേ എനിക്ക് തോന്നുന്നുള്ളൂ. ഇതെല്ലാം വേറെ രീതിയിൽ കൂടി ഇപ്പോൾ ഇത്രയും ഒരു സ്വേച്ഛാധികാര പ്രവണതയുള്ള ആളുകൾ നേതാക്കളായി വരുമ്പോൾ അവരുൾക്കൊള്ളുന്ന ആ പാർട്ടിക്കും അവരുൾക്കൊള്ളുന്ന സമൂഹത്തിനും എന്ത് സംഭവിക്കും എന്ന് പരിശോധിക്കുക മാത്രമേ നമുക്ക് വഴിയുള്ളൂ. ഇത് പറയുമ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിമർശനം ഉണ്ടല്ലോ. ഇപ്പോൾ പല ജില്ലാ കമ്മിറ്റികളും കൂടുകയും അതിലൊക്കെ വലിയ വിമർശനം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ പോലും പിണറായി വിജയൻ്റെ രീതിയെക്കുറിച്ച്
MV ഗോവിന്ദൻ്റെ രീതിയെക്കുറിച്ചൊക്കെ വലിയ വിമർശനം ഉയർന്നു. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു, എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു. പല ജില്ലാ കമ്മിറ്റികളും പിണറായി വിജയനെ തുടർന്നും പ്രതിപക്ഷ നേതാവായി അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നതിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിടണം എന്നൊരു ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യം എന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നത് ഈ ആവശ്യങ്ങളൊക്കെ ഒരു സ്റ്റേജ് മാനേജറായിട്ടുള്ള ആവശ്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇങ്ങനെയൊക്കെ ആവശ്യങ്ങൾ ഉയർന്നു, ജില്ലാ കമ്മിറ്റികളും അതായത് പാർട്ടിയുടെ സംസ്ഥാന ഘടകങ്ങൾ മുഴുവൻ വളരെ ക്രൂഷ്യലായ ഒരു ഇലക്ട്രൽ തോൽവിയെ ഡീപ്പായി വിലയിരുത്തി എന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കുക എന്നുള്ളൊരു പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, എനിക്ക് തോന്നുന്നത് അതിനപ്പുറത്തേക്ക് ഒരു ലീഡർഷിപ്പ് ചേഞ്ച് ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതിന് എനിക്ക് എൻ്റേതായ കാരണങ്ങളുണ്ട്. ഒന്ന്, മൈനസ് പിണറായി വിജയൻ വേറൊരു ലീഡറെ ചൂണ്ടിക്കാണിക്കാൻ, ഈ മൈനസ് പിണറായി വിജയൻ മറ്റൊരാളില്ലാത്ത അവസ്ഥ എങ്ങനെ ഉണ്ടായി? CPIM എന്ന പാർട്ടിയിലേക്ക് ആളുകൾ കടന്നു വരാത്തതാണോ? അതിൽ നേതാക്കളില്ലാത്തതാണോ? അതിൽ നമ്മുടെ കൺമുമ്പിൽ കണ്ട ഒരുപാട് നേതാക്കൾ ചുറ്റുമുണ്ടെന്ന്. അവരിൽ അപൂർവം ചിലരാണ് പുറത്തേക്ക് പോയത്. ബാക്കി എല്ലാവരും ഇപ്പോഴും CPIMൻ്റെ ചുറ്റുവട്ടത്തായി അതിൻ്റെ അനുഭാവികളോ അതിൻ്റെ പ്രവർത്തകരോ ആയി പലരും പലയിടത്തായിട്ടുണ്ട്. അവർക്ക് അവരുടെ മുഖം തെളിയുന്ന വിധത്തിലുള്ള അവസരം അനുവദിച്ചില്ല എന്നതാണ് പ്രശ്നം. അതിന് ഇദ്ദേഹമാണ് കാരണക്കാരൻ. അല്ല, ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. ഞാൻ പറയുന്നത് ഇപ്പോൾ ഉയരുന്ന വിമർശനങ്ങൾ പോലും ഇപ്പോൾ ഉള്ള നേതൃത്വത്തെ അവിടെ നിലനിർത്തിക്കൊണ്ട് തുടർന്നു പോകാൻ പാകത്തിലുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള വിമർശനങ്ങൾ മാത്രമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ആ വിമർശനങ്ങൾ പ്രായോഗികമായി നടപ്പാകും എന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോൾ നമ്മൾ വെച്ച് പുലർത്തുന്നു. ലോകത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ, ഇടതുപക്ഷ പാർട്ടികളെയൊക്കെ വളരെ സൂക്ഷ്മമായി വിലയിരുത്തുന്ന ആളുകൾ പറയുന്നത് ഒരു ജനാധിപത്യ സംഘടനയിൽ സാധിക്കുന്ന വിധത്തിൽ പിൽക്കാലത്തുള്ളൊരു കറക്ഷൻ സാധ്യമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പാർട്ടികൾ പോകും, ഇടതുപക്ഷ പാർട്ടികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോകുമെന്നാണ്. അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ ഇത് വളരെ അപകടകരമായൊരവസ്ഥയിലാണ് CPIM എന്നേ പറയാനുള്ളൂ. രാജീവ് പറഞ്ഞതുപോലെ ഞങ്ങൾക്കിടയിൽ വിമർശനം ഉയരുന്നുണ്ട്, ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് സൂക്ഷ്മപരിശോധന നടത്തുന്നുണ്ട് എന്ന ഒരു പ്രതീതി ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സ്റ്റേജ് ചെയ്യുന്നതാണ് എന്നാണെങ്കിൽ അത് കൂടുതൽ അപകടകരമാണ്. യഥാർത്ഥത്തിൽ ഈ പരാജയത്തെ സസൂക്ഷ്മം വിലയിരുത്തുകയും അത് അംഗീകരിക്കുക എന്നൊരു പ്രക്രിയയാണ് ആദ്യം സംഭവിക്കേണ്ടത്. ഈ ജനവിധിക്ക് അതിനൊരു പോപ്പുലർ അംഗീകരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ചില കാര്യങ്ങളിൽ പാളിച്ചകൾ ഉണ്ടായി എന്ന് ലീഡർഷിപ്പ് തുറന്നു പറയണം. അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പരാജയം ഇപ്പോൾ സ്റ്റേറ്റിൽ അങ്ങോളം ഇങ്ങോളം തോറ്റെങ്കിൽ പോലും CPIMനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ പരാജയം സംഭവിച്ചിരിക്കുന്നത് കണ്ണൂരാണ്. കണ്ണൂർ തളിപ്പറമ്പ് തോൽക്കുന്നു, പയ്യന്നൂർ തോൽക്കുന്നു, അതുപോലെ തൃക്കരിപ്പൂർ തോൽക്കുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ലീഡ് കുറയുന്നു. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് ഓപ്പണായി പറയുക എന്നുള്ളൊരു സംഗതിയാണ് നടക്കേണ്ടത്. അതായത് പയ്യന്നൂർ TI മധുസൂദനൻ എന്ന് പറയുന്ന അവർ സിറ്റിംഗ് MLA, പഴയ ഏരിയ കമ്മിറ്റി സെക്രട്ടറി, അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആക്ഷേപമായിരുന്നു. ആ ആക്ഷേപത്തിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഓപ്പണായി പറയാൻ അവർ തയ്യാറാവണം. ഒന്നാമത്തെ കാര്യം. അത് നേരത്തെ KK രാഗേഷ് വാർത്താസമ്മേളനം വിളിച്ച് വിശദീകരിച്ച പോലെ അല്ലാത്ത ഒരു കൃത്യമായ കാര്യങ്ങൾ ജനങ്ങളോട് പറയാൻ തയ്യാറാകണം. തളിപ്പറമ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയം, അതിൽ ജില്ലാ കമ്മിറ്റിയിലുണ്ടായ ചർച്ചയ്ക്ക് വിരുദ്ധമായി മേൽക്കമ്മിറ്റിയിൽ നിന്ന് നിർദ്ദേശിക്കപ്പെട്ട വിധത്തിൽ PK ശ്യാമള എന്ന് പറയുന്ന സ്ഥാനാർത്ഥി തീരുമാനിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ മാത്രം മതിയോ? ആ തെറ്റിന് ഉത്തരവാദികളായ ആളുകൾക്കെതിരെ നടപടിയെടുക്കണോ എന്നതാണ് പ്രശ്നം. നടപടിയെടുക്കുമ്പോൾ മാത്രമാണ് അത് ഏറ്റുപറച്ചിലാകുന്നുള്ളൂ. അതായത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക്, ഇത്തരത്തിലുള്ള ആരോപണങ്ങളുടെ നിജസ്ഥിതി പരിശോധിക്കുകയും അതിൽ ഉത്തരവാദികളുണ്ടെങ്കിൽ ആ ഉത്തരവാദികളെ നീക്കി നിർത്തുകയും ചെയ്യണം. അത് നീക്കി നിർത്തുമ്പോൾ മാത്രമേ ജനത്തിന് വിശ്വാസം വരൂ. ഞാൻ പറയുന്നത് നീക്കി നിർത്തുന്നതിന് മുമ്പ് ഇത് അംഗീകരിക്കണമല്ലോ. അംഗീകരിച്ചാലല്ലേ പിന്നെ അടുത്ത നടപടിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ആദ്യം അക്നോളജ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തം ആ പാർട്ടിയെ സംബന്ധിച്ചുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഈ സ്റ്റേജ് ചെയ്തിട്ടാണ് ഇത് നടക്കുന്നത് എന്ന കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല. യഥാർത്ഥത്തിലുള്ളൊരു വിമർശനം തന്നെയാണ് ഈ നടക്കുന്നത്. അങ്ങനെയുള്ളൊരു ഒരു ഒരു സ്വയം പരിശോധനയിലേക്ക് CPIM കടന്നിരിക്കുന്നു. അത് പോസിറ്റീവാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ പിണറായി വിജയനെ വീണ്ടും പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത പ്രക്രിയ വാർത്തകളിൽ വന്നത് നമ്മൾ വായിച്ചല്ലോ. സംസ്ഥാന സമിതിയിൽ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞ് 8 ദിവസം കഴിഞ്ഞ് 9 ദിവസം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് 11 ദിവസം കഴിഞ്ഞ് 12 ദിവസം കഴിഞ്ഞ് 13 ദിവസം കഴിഞ്ഞ് 14 ദിവസം കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞ് 16 ദിവസം കഴിഞ്ഞ് 17 ദിവസം കഴിഞ്ഞ് 18 ദിവസം കഴിഞ്ഞ് 19 ദിവസം കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞ് 21 ദിവസം കഴിഞ്ഞ് 22 ദിവസം കഴിഞ്ഞ് 23 ദിവസം കഴിഞ്ഞ് 24 ദിവസം കഴിഞ്ഞ് 25 ദിവസം കഴിഞ്ഞ് 26 ദിവസം കഴിഞ്ഞ് 27 ദിവസം കഴിഞ്ഞ് 28 ദിവസം കഴിഞ്ഞ് 29 ദിവസം കഴിഞ്ഞ് 30 ദിവസം കഴിഞ്ഞ് 31 ദിവസം കഴിഞ്ഞ് 32 ദിവസം കഴിഞ്ഞ് 33 ദിവസം കഴിഞ്ഞ് 34 ദിവസം കഴിഞ്ഞ് 35 ദിവസം കഴിഞ്ഞ് 36 ദിവസം കഴിഞ്ഞ് 37 ദിവസം കഴിഞ്ഞ് 38 ദിവസം കഴിഞ്ഞ് 39 ദിവസം കഴിഞ്ഞ് 40 ദിവസം കഴിഞ്ഞ് 41 ദിവസം കഴിഞ്ഞ് 42 ദിവസം കഴിഞ്ഞ് 43 ദിവസം കഴിഞ്ഞ് 44 ദിവസം കഴിഞ്ഞ് 45 ദിവസം കഴിഞ്ഞ് 46 ദിവസം കഴിഞ്ഞ് 47 ദിവസം കഴിഞ്ഞ് 48 ദിവസം കഴിഞ്ഞ് 49 ദിവസം കഴിഞ്ഞ് 50 ദിവസം കഴിഞ്ഞ
തിരഞ്ഞെടുക്കുന്നത് വരെ അതിനെ അനുകൂലിക്കുന്നവർ കൈവെക്കുക എന്നാദ്യം ഗോവിന്ദ മാഷ് പറയുന്നു. കൈവെക്കുന്നു ആളുകൾ. അതിനുശേഷം എതിർക്കുന്നവരുണ്ടെങ്കിൽ അവരും കൈവെക്കുക എന്ന് പറയുന്നു. അതിനാരും കൈവെക്കുന്നില്ല. തീരുമാനം നേരത്തെ പോളിറ്റ് ബ്യൂറോ അദ്ദേഹത്തിൻ്റെ ഘടകമായതുകൊണ്ട് അവിടെ വെച്ചെടുത്ത് ആ തീരുമാനം കൊണ്ടുപോയി അനുകൂലിക്കുന്നവർ കൈവെക്കൂ എന്ന് പറഞ്ഞ് ആദ്യം കൈ പൊക്കി നിർത്തുന്നു ആളുകളെ. അതിനുശേഷം പ്രതികൂലിക്കുന്നവർക്കും കൈവെക്കാം എന്ന് പറയുന്നു. ഇതാണോ ജനാധിപത്യം? ഈ രീതിയിലാണോ ഇത്രയും മാരകമായ തോൽവി സംഭവിച്ച ഒരു ഘട്ടത്തിൽ അതിൻ്റെ പരിശോധന നടക്കുന്ന ഘട്ടത്തിൽ ചെയ്യേണ്ടത്? അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും മോശമായ അവസ്ഥയിലേക്ക് പിണറായി വിജയൻ്റെ ഒരു ഇമേജ് തകരും എന്ന് ഞാനൊരു ഘട്ടത്തിലും വിചാരിച്ചില്ല. അദ്ദേഹത്തിന് തൊട്ട് മുമ്പ് വരെ വളരെ 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 ഡിഗ്നിഫൈഡായ ഒരു എക്സിറ്റ് സാധ്യമായിരുന്നു. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ ക്യാമ്പയിനെ ഞാൻ നയിക്കും, വിജയത്തിലേക്ക് ഞാൻ ലീഡ് ചെയ്യും, പക്ഷേ മറ്റൊരാൾ ഇതിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് മറ്റൊരാൾ നയിക്കണം, സർക്കാരിനെ മറ്റൊരാൾ നയിക്കണം എന്നൊരു തീരുമാനം അദ്ദേഹം എടുത്തിരുന്നെങ്കിൽ കേരള രാഷ്ട്രീയത്തെ ഏറ്റവും ഡിഗ്നിഫൈഡായ ഒരു എക്സിറ്റ് അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു. ജയിച്ചാലും തോറ്റാലും ഒരുപക്ഷെ ജയിക്കുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റെല്ലാ ഘടകങ്ങളും ഇടതുപക്ഷത്തിന് അനുകൂലമായിരുന്നു യഥാർത്ഥത്തിൽ. കാരണം കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തെക്കുറിച്ച് ആളുകൾക്ക് അങ്ങനെ വലിയ പരാതികൾ ഉണ്ടായിട്ടില്ല. ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള മതിപ്പുണ്ടായിട്ടുണ്ട്. ആഗോളതലത്തിൽ കേരളം വലിയ തോതിൽ പ്രശംസിക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ നേതൃത്വത്തിൽ നിന്ന് ഇതിൻ്റെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്ത് ഞാനല്ല മറ്റൊരാൾ വരും എന്ന് അദ്ദേഹത്തിന് പറയാനുള്ള അവസരം അദ്ദേഹം നഷ്ടപ്പെടുത്തി. അത് പോകട്ടെ, മുഖ്യമന്ത്രി സ്ഥാനത്ത് ഞാൻ തന്നെ എന്ന് തീരുമാനിച്ചു എന്ന് വെക്കുക. എനിക്ക് ശേഷവും ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നിയിരുന്നെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള ആളുകൾക്ക് കൂടി അവസരം കൊടുക്കാനുള്ള ഒരു ജനറോസിറ്റി അദ്ദേഹം കാണിക്കുമായിരുന്നു. അതുണ്ടായില്ല. അപ്പോൾ ഇവിടുത്തെ വിമർശനം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്നുണ്ടോ, അമിതമായി ഫോക്കസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹമാണ് അതിന് ഉത്തരവാദി. അതുകൊണ്ടാണ് ആ ഫോക്കസ് കിട്ടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഈ കഴിഞ്ഞ ഇപ്പോൾ 1998 അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത് ചുരുങ്ങിയ കാലയളവ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ടുള്ള CPM-ൻ്റെ ഒരു കാലഗണന എടുത്തു കഴിഞ്ഞാൽ അതിൽ മൈനസ് പിണറായി വിജയൻ എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ച് 0 ആണ് എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരവസ്ഥയാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മൾ ഈ പരാജയത്തിന് ശേഷവും ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും UDF-ഉം പരാജയപ്പെടുമ്പോൾ അന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നൊഴിഞ്ഞ ഉമ്മൻചാണ്ടി അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പുതിയൊരാൾ വരട്ടെ എന്ന് തീരുമാനിക്കുന്നു. 2021 വീണ്ടും ഒരു പരാജയം ഉണ്ടാകുമ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് MLA-മാരുടെ എല്ലാ പിന്തുണയും ഉണ്ടായിട്ടും ഈവൻ ഉമ്മൻചാണ്ടിയും ആ സഭയിലുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മാറി നിന്ന് വി.ഡി. സതീശന് ഒരു പുതിയ നേതാവിന് അവർ സ്പേസ് കൊടുക്കുന്നു. പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ചുമതലയിലേക്ക് പുതിയൊരാൾ വരട്ടെ എന്ന് തീരുമാനിക്കുന്നു. ഈ മാറ്റങ്ങളൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഫലമുണ്ടാക്കിയോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ വി ഡി സതീശൻ്റെ കാര്യത്തിൽ ആ ഫലം ഉണ്ടാക്കിയിട്ടുണ്ട്. സംഘടന എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മാറിയതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് കെ സുധാകരൻ വന്നാലും അതിനുശേഷം സണ്ണി ജോസഫ് വന്നാലും സംഘടന എന്നുള്ള നിലയ്ക്ക് ആ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള ഒരു കെട്ടുറപ്പോ അല്ലെങ്കിൽ താഴെത്തട്ടിൽ നിന്ന് ഉള്ള ഘടകങ്ങളുടെ പ്രവർത്തനശേഷി ഉയർത്തലോ ഒന്നും നടന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു മാറ്റമുണ്ടാക്കാൻ മാറിയിരിക്കുന്നു ഞങ്ങൾ എന്നുള്ളൊരു മെസ്സേജ് ജനങ്ങൾക്ക് കൊടുക്കാൻ ആ പാർട്ടിക്ക് സാധിച്ചു. ആ പാർട്ടിയുടെ നിയമസഭാ കക്ഷിക്കും സാധിച്ചു. നിയമസഭാ കക്ഷിയുടെ നേതൃത്വം ഏറ്റെടുത്ത വി.ഡി. സതീശൻ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് വലിയ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വലിയ ഭൂരിപക്ഷത്തോടുകൂടെ UDF-നെ നയിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. സത്യം പറഞ്ഞാൽ CPM-നും ഇപ്പോൾ അല്ലെങ്കിൽ LDF-നും ഇപ്പോൾ ഒരു വലിയ ചാൻസാണ്. കഴിഞ്ഞ 30 വർഷത്തോളമായി അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളെ മാറ്റിക്കൊണ്ട് പുതിയ ആളുകളെ പരീക്ഷിക്കാനുള്ളൊരു ചാൻസാണ് അവരുടെ മുമ്പിൽ നിൽക്കുന്നത്. ആ ചാൻസ് ഉപയോഗപ്പെടുത്താതിരിക്കുന്നു. പഴയ ആളുകളെ തന്നെ വീണ്ടും നമ്മൾ ഈ വണ്ടി ഓവറോൾ ചെയ്യുക എന്ന് പറയില്ലേ, അതുപോലെ ഓവറോൾ ചെയ്തിട്ട് വീണ്ടും കൊണ്ടുവരിക എന്ന് പറയുന്നൊരു പണിയാണ് ഇപ്പോൾ ചെയ്തത്. പഴയ ആളുകളും ഇല്ല രാജീവ്. യഥാർത്ഥത്തിൽ പഴയ ആളുകൾ തന്നെ എവിടെ? ഇപ്പോൾ നമ്മൾ കോൺഗ്രസ് പാർട്ടി എടുക്കുമ്പോൾ 5 പേരെങ്കിലും നമ്മൾക്ക് മുഖ്യമന്ത്രി പദത്തിലേക്ക് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു തൊട്ട് മുമ്പ്. കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, കെ. മുരളീധരൻ, ശശി തരൂർ. അതിനും അപ്പുറത്തുണ്ട് ആളുകൾ. സണ്ണി ജോസഫുണ്ട്, കെ. സുധാകരനുണ്ട്. അങ്ങനെ ഒരുപാട് പേരെ സങ്കല്പിക്കാൻ പറ്റുന്നു. പുതുതലമുറയിൽ നിന്ന് നമുക്ക് ഷാഫി പറമ്പിലിനെ പോലുള്ള ആളുകൾ എമേർജ് ചെയ്ത് വരുന്നു, വി.ടി. ബലറാമിനെ പോലുള്ള ആളുകൾ കയറി വരുന്നു എന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു.
CPIM-നകത്ത് ആളില്ലാത്തത് കൊണ്ടാണോ തോമസ് ഐസക്ക്, ഷൈല ടീച്ചർ, ജി സുധാകരൻ ഈ തരത്തിൽ നേരത്തെ മുൻനിരയിലുണ്ടായിരുന്ന നേതാക്കൾ പിറകോട്ട് മാറിയത്? ഒരു പാർട്ടിയാണ് ആ തീരുമാനമെടുത്തതെങ്കിൽ പാർട്ടി അവരെ ജനങ്ങൾക്ക് അവൈലബിൾ ആക്കുന്ന മറ്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതല്ലേ? അതിനു പകരം എൻ്റെ ഒരു ബലമായ വിശ്വാസം പിണറായി വിജയൻ്റെ സ്വേച്ഛാധികാര പ്രവണത കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിഗതമായ ഒരു മനോനില കൊണ്ട് അദ്ദേഹം തനിക്ക് താഴെയുള്ള മനുഷ്യരെ മുഴുവനും ചവിട്ടി താഴ്ത്തുകയാണ് ചെയ്തത്. വേറൊരു ശബ്ദവും ഉയരരുത്. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ കോടിയേരി ചമ്മിപ്പോയ ഒരു സന്ദർഭം ഓർമ്മയുണ്ടോ? ആര് പറഞ്ഞു എന്ന് ചോദിച്ചത് അകത്തേക്ക് കടക്കുന്നതിനെക്കുറിച്ച്. പാർട്ടി സെക്രട്ടറിയാണ് അന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ശബ്ദം ഉയരുകയാണ്. പാർട്ടി സെക്രട്ടറിയാണ് തൻ്റെ മുമ്പിലുള്ളതെങ്കിലും അദ്ദേഹം ഒരു ഓഫീസ് അസിസ്റ്റൻറ്റിനോട് സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്. ഈ വിധത്തിലുള്ള നേതാക്കൾ ഒരു പാർട്ടിക്ക് എന്ത് ദ്രോഹം ചെയ്യും, എന്ത് ദോഷം ചെയ്യും, അവരെത്രമാത്രം ഒരു രാഷ്ട്രീയ ദുരന്തമായി തീരും എന്നതിന് ഉദാഹരണമാണ് പിണറായി വിജയൻ എന്നേ കൽപ്പിക്കാനാകൂ. CPIM-ലെ ആളുകൾക്ക് നമ്മൾ പറയുന്നത് വേദനിക്കും. ചിലപ്പോൾ CPIM-ലെ പാവപ്പെട്ട അണികൾക്ക് ഈ പറയുന്നത് വേദനയുണ്ടാക്കും. പക്ഷേ ആ പാർട്ടിയെ തിരുത്താൻ, ആ പാർട്ടി കേരളത്തിൽ നിലനിൽക്കണമെങ്കിൽ നിലനിർത്താൻ യഥാർത്ഥത്തിൽ അതികഠിനമായ സൂക്ഷ്മ പരിശോധനയുടെയും സ്വയം പരിശോധനയുടെയും ആവശ്യമുണ്ട്. അത് ആ പാർട്ടി ചെയ്യുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലും ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി എന്നാണെങ്കിൽ പിന്നെ വേറെ രക്ഷയില്ല. എൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഈ സൂക്ഷ്മ പരിശോധന എന്ന് പറഞ്ഞ് നമ്മളുടെ മുമ്പിലേക്ക് വരുന്ന വാർത്തകൾ പോലും ഒരു പരിധിവരെ സ്റ്റേജ് മാനേജറാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നൊരു കാര്യം, കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ വലിയ പരാജയങ്ങളുടെ അടിസ്ഥാനത്തിൽ മുൻപോട്ട് വന്ന വാർത്തകൾ എന്തായിരുന്നുവെന്നും അതിന് തുടർച്ചയായി CPM-ഓ അല്ലെങ്കിൽ LDF-ഓ എടുത്ത നടപടികൾ എന്തായിരുന്നു എന്നും പരിശോധിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും. മുൻകാലത്തും സമാനമായ വിമർശനങ്ങളുടെ വാർത്തകൾ നമ്മളുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ആ പാർട്ടിയിൽ രാജീവ് പറഞ്ഞത് ഞാനും അങ്ങനെ തന്നെയാണ്. അതായത് CPIM-നെ സംബന്ധിച്ച് പുറത്തേക്ക് വരുന്ന പല വാർത്തകളും യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ് എന്ന് നമുക്കറിയാം. നേരത്തെ CPIM വാർത്തകൾക്ക് നൽകിയിരുന്ന സൂക്ഷ്മത മാധ്യമങ്ങൾ ഇപ്പം നൽകുന്നില്ല. നേരത്തെ CPIM-ൽ നിന്നൊരു വാർത്ത പുറത്തേക്ക് കിട്ടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കിട്ടിയൊരു വാർത്ത കൊടുക്കണമെങ്കിൽ തന്നെ ഒരുപാട് പരിശോധനകൾക്ക് ശേഷമായിരുന്നു CPIM-മായി ബന്ധപ്പെട്ടൊരു വാർത്ത കൊടുക്കുക. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഏതൊരു പഞ്ചായത്ത് ഭരണസമിതിയെയും കൈകാര്യം ചെയ്യുന്നത് പോലെ, അതല്ലെങ്കിൽ ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ മീറ്റിങ്ങിനെ കൈകാര്യം ചെയ്യുന്ന പോലെയാണ് മാധ്യമങ്ങൾ കേരളത്തിലെ ഏറ്റവും പാരമ്പര്യമുള്ള, കേരളത്തിൻ്റെ ഏറ്റവും ചരിത്രവുമായി ബന്ധപ്പെട്ട ഈ പാർട്ടിയെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ വാർത്തകൾ മുഴുവൻ ഉള്ളതാണ് എന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. സത്യമാണെങ്കിൽ അതേസമയം ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്കെല്ലാം സ്കോപ്പുണ്ട്, അത് സംഭവിക്കുന്നുണ്ടാകണം. അതിൻ്റെ ആ വസ്തുത പരിശോധിച്ചിട്ടല്ല ഞാൻ പറഞ്ഞു, ഈ വാർത്തകൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇതുപോലും ഒരു പ്രതീതി മാത്രമാണെങ്കിൽ പിന്നെ എവിടെയാണ് കറക്ഷൻ നടക്കുക? അല്ല, പ്രതീതി മാത്രമാണെന്ന് ഞാൻ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, നിലവിലുള്ള ലീഡർഷിപ്പ് തുടരട്ടെ എന്നുള്ളൊരു തീരുമാനം നേരത്തെ തന്നെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതായത് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയനെ നിയോഗിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഈ നിയമസഭാംഗമായി സത്യപ്രതിജ്ഞയുടെ തൊട്ടുപിറകെ അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കും. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് MV ഗോവിന്ദൻ തുടരും. അടുത്ത പാർട്ടി സമ്മേളനം വരെയെങ്കിലും നിശ്ചയമായും തുടരും. ഇത്തരം തീരുമാനങ്ങളൊക്കെ അവിടെ ഓൾറെഡി എടുത്തു കഴിഞ്ഞിരിക്കുന്നു. പിന്നെയാണ് നമ്മൾ ഈ താഴെ ഘടകങ്ങളിൽ കാണുന്ന വലിയ വിമർശനങ്ങളുടെ വാർത്തകൾ നമ്മളുടെ മുമ്പിലേക്ക് വരുന്നത്. ഈ വാർത്തകൾക്കും ഈ വിമർശനങ്ങൾക്കും ഒന്നും പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടാകില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കും. അല്ല, ഇതൊരു പ്രതീതി മാത്രമാണെങ്കിൽ, ഇത് സ്റ്റേ ചെയ്യപ്പെടുന്നത് മാത്രമാണെങ്കിൽ, പിണറായി വിജയൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി അടുത്ത 5 വർഷവും തുടരുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, പിണറായി വിജയൻ ഇന്ത്യയിലെ അവസാനത്തെ CPIM മുഖ്യമന്ത്രി മാത്രമായിരിക്കില്ല. പിണറായി വിജയൻ CPIM-ൻ്റെ അവസാനത്തെ പ്രതിപക്ഷ നേതാവ് കൂടിയാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രക്ക് ദയനീയമായിരിക്കും കാര്യങ്ങൾ. ആ പരിശോധന എന്ന പ്രക്രിയയിലേക്ക് ആ പാർട്ടി കടന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതും സ്റ്റേജ്ഡാണ് എന്ന് വിശ്വസിക്കാൻ മാത്രമുള്ള, അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ഒരു സിനിസിസം എനിക്ക് ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അത് സ്വാഭാവികമായി സംഭവിക്കുമെന്നാണ്. അത്ര കൂടി സംഭവിക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരു പാർട്ടി എന്ന നിലയിൽ നിലനിൽക്കാൻ ആ പാർട്ടിക്ക് അവകാശവുമില്ലല്ലോ. അതായത് ഇത്രയും വലിയൊരു പരാജയം വന്നിട്ടും, ഇത്രയും കൃത്യമായ കാരണങ്ങൾ വിസിബിളായിട്ടും, വളരെ ഒബ്വിയസായ റീസൺ മുമ്പിലുണ്ടായിട്ടും അതിലേക്ക് ടച്ച് ചെയ്യാതെ മറ്റ് കാരണങ്ങൾ അന്വേഷിച്ച് പോകും എന്നാണെങ്കിൽ പിന്നെ ആ പാർട്ടിക്ക് മറ്റ് കാരണങ്ങളൊന്നും അന്വേഷിച്ച് പോകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ നേരത്തെ
ഇപ്പോൾ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പ് തോൽവികളുടെ പശ്ചാത്തലത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുണ്ടായ റിയാക്ഷൻ നമ്മൾ കണ്ടതാണ്. എന്താണ് പരാജയ കാരണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിശകലനം വളരെ പെട്ടെന്ന് തന്നെ CPM പറഞ്ഞു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം അങ്ങനൊരു വിശദീകരണത്തിലേക്ക് CPM ഇതുവരെ കടന്നിട്ടില്ല. അതായത് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ ചൂണ്ടിയോ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണത്തെ ചൂണ്ടിയോ അതൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറേ നേതാക്കൾ പറഞ്ഞു എന്നുള്ളൊരു അപ്പുറത്ത് പാർട്ടിയോ LDFോ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. അതിന് തൃക്കരിപ്പൂർ, പയ്യന്നൂർ, തളിപ്പറമ്പ്, അമ്പലപ്പുഴ എന്നീ മണ്ഡലങ്ങളിൽ തോറ്റു എന്ന കാരണം കൊണ്ടാണിത്. ഈ മണ്ഡലങ്ങളിൽ തോറ്റതിനെ ജമാഅത്തെ ഇസ്ലാമിയുടെ മേലിൽ വെക്കാൻ പറ്റില്ല. പാർട്ടിക്കല്ലാതെ മറ്റൊരാൾക്കും മറ്റൊരു ശക്തിക്കും പ്രത്യേകിച്ച് തീരുമാനമെടുത്ത് ജനഹിതം നടപ്പാക്കാൻ പറ്റാത്ത പാർട്ടിയുടെ കോട്ടകളായ 3 മണ്ഡലങ്ങളിൽ വടക്കൻ മലബാറിൽ CPIM തോറ്റ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ജമാഅത്തെ ഇസ്ലാമിയുടെ മേലേക്ക് പോകാത്തത്. അത് തോൽവിയില്ലായിരുന്നെങ്കിൽ മറ്റ് ഒരു 99 സീറ്റിൽ ആണ് ഈ തോൽവി. ഈ 3 സീറ്റുകളും LDF തന്നെ പിടിച്ചിരുന്നുവെങ്കിൽ ധർമ്മടത്ത് ഇത്രയും വലിയ ഒരു ഭൂരിപക്ഷക്കുറവ് സംഭവിച്ചിരുന്നില്ലെങ്കിൽ ആ ബ്ലെയിം ജമാഅത്തെ ഇസ്ലാമി കേൾക്കേണ്ടി വരുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ജമാഅത്തെ ഇസ്ലാമി UDFൻ്റെ ക്യാമ്പയിനെ ട്രിഗർ ചെയ്തു എന്ന കാര്യത്തിലോ ഈ തെരഞ്ഞെടുപ്പ് ജനവിധിയിൽ അവർക്കൊരു പങ്കുണ്ട് എന്ന കാര്യത്തിലോ അത് പ്രതിലോമകരമാണ് എന്ന കാര്യത്തിലോ ഒന്നും എനിക്കൊരു സംശയവുമില്ല. പക്ഷേ CPIMന് അതിനോടുള്ള അപ്രോച്ച് അവരുടെ ജനറൽ സെക്രട്ടറി തന്നെ സമ്മതിച്ച പോലെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിരുന്നു എന്നാണ്. റൈറ്റ്. ഞാൻ ഈ കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഈ പരിശോധന എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്ന പരിശോധന തൽക്കാലത്തേക്ക് പാർട്ടി അണികളെയും പാർട്ടി അനുഭാവികളെയും തൃപ്തിപ്പെടുത്താൻ മാത്രമുള്ളൊരു പരിശോധനയെ അവസാനിക്കുകയും ഒരു പക്ഷേ പാർട്ടിയുടെ അടുത്ത CPMൻ്റെ അടുത്ത സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള സമ്മേളനങ്ങൾ തുടങ്ങുന്ന ഘട്ടത്തിൽ വളരെ നിശിതമായിട്ടുള്ള ഒരു പരിശോധനയിലേക്കും നിശിതമായിട്ടുള്ള വിമർശനത്തിലേക്കും അത് കടക്കുകയും ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനപ്പുറത്ത് ഇപ്പോൾ വാർത്തകളിലൂടെ പുറത്തേക്ക് വരുന്ന വിമർശനങ്ങൾ എന്ന് പറയുന്നത് തൽക്കാല ശാന്തിക്കുള്ള ഒരു സംഗതി മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ യഥാർത്ഥമായ മാറ്റം സംഭവിക്കാനിരിക്കുന്നത് ഒരു പക്ഷേ അടുത്ത CPMൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള താഴെത്തലം മുതലുള്ള സമ്മേളനങ്ങൾ തുടങ്ങുന്ന മുറയ്ക്കായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനു മുമ്പ് ഇതിലെന്തെങ്കിലും ഒരു കറക്ഷൻ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ഏത് ഘടകത്തിൽ, ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയും പറഞ്ഞ പോലെ നിങ്ങൾ നിർഭയമായ അഭിപ്രായം പറഞ്ഞുകൊള്ളൂ എന്ന് എല്ലാ ഘടകങ്ങളിലെ അംഗങ്ങളോടും പറഞ്ഞതുപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് ഇവിടെ ആയിരിക്കില്ല നടക്കുക. ഒരു പക്ഷേ അതിൻ്റെ അടുത്ത പാർട്ടി സമ്മേളനങ്ങളിലായിരിക്കും നടക്കുക. അവിടെ ഒരു വലിയ ചേഞ്ചിനുള്ളൊരു സാധ്യത അവശേഷിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനു മുമ്പ് ഏതെങ്കിലും വിധത്തിലുള്ളൊരു കറക്ഷൻ ഇതിൻ്റെ ലീഡർഷിപ്പ് ലെവലിൽ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ലീഡർഷിപ്പ് ലെവലിൽ പ്രത്യക്ഷമായ കറക്ഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുത്തും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. അതിൻ്റെ പ്രോസസ്സ് പൂർത്തിയായി കഴിഞ്ഞ് തന്നെയായിരിക്കും ഒരുപക്ഷെ അത് സംഭവിക്കുക. പാർട്ടി അതിൻ്റെ ഉത്തരവാദിത്തം മുഴുവനും ഏറ്റെടുത്ത് പാർട്ടിയുടെ തന്നെ കറക്ഷനായിട്ടായിരിക്കും അത് വരാൻ പോകുന്നത്. അങ്ങനെയാണ് സംഭവിക്കുക. അങ്ങനെയാണ് സാധാരണഗതിയിൽ CPIMൽ സംഭവിക്കാറുള്ളത്. പക്ഷേ ഇത് ഒരു സാധാരണ സിറ്റുവേഷൻ അല്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പറഞ്ഞ എല്ലാ കാര്യങ്ങളും റദ്ദാക്കപ്പെട്ടിരിക്കുന്നു, മുഴുവൻ കാര്യങ്ങളും റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു അസാധാരണമായ രാഷ്ട്രീയ സിറ്റുവേഷനായി ഇതിനെ എടുക്കുകയും ഒരു തിരുത്തൽ പ്രക്രിയ എന്നത് വേഗത്തിലാക്കുകയും ചെയ്യുക എന്നതിലേക്ക് ആ പാർട്ടി പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പക്ഷേ ഈ പ്രൊസീജിയേഴ്സ് കൂടി കടന്നായിരിക്കും അതിൻ്റെ ആത്യന്തികമായ ഒരു തിരുത്തൽ വരാൻ പോകുന്നത്. പക്ഷേ അതിന് ആ പാർട്ടിക്ക് ആരോഗ്യമുണ്ടോ ഇനി എന്ന കാര്യത്തിൽ സംശയമുണ്ട്. റൈറ്റ്. എന്തായാലും അസാധാരണമായൊരു തോൽവി അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ അസാധാരണമായ തോൽവി ഉണ്ടായ സാഹചര്യത്തിൽ അസാധാരണമായ ഒരു തിരുത്തൽ പ്രക്രിയയിലേക്ക് CPIM കടക്കുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന വിമർശനങ്ങൾ, ആ വിമർശനങ്ങൾ പോലും ഇപ്പോഴത്തെ നേതൃത്വം സ്വയം ഉൽപ്പാദിപ്പിക്കുന്നതാണോ എന്ന സംശയം അവശേഷിക്കുന്നുമുണ്ട്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.